പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് വെന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികള്, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസ്സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത് ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സങ്കീർത്തനം 42:2. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക. രാപ്പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. അതായത് നമ്മളെപ്പോഴും ഇത് ഈ ദിവസങ്ങളുണ്ടല്ലോ, അതായത് ഇതൊരു വിഷയമാണ്. പല ആൾക്കാർക്കും ഭയങ്കര ദാഹമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അമിത ഭാരം വെക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേ ഇപ്പം ഇവിടുത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ സത്യസന്ധമായ ഭാരക്കുറവുള്ള പ്രാർത്ഥന കാരണം പറക്കാൻ എളുപ്പമാണ്. എന്താ കാര്യം? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ദാഹം എന്താ? നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ദൈവത്തിനായിട്ടല്ല ദാഹിക്കണത്, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി എന്നല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി ദാഹിക്കുന്നു. അങ്ങനെ ഒരു കാലം മുഴുവൻ തുടർന്നുള്ള അവസ്ഥ എന്താ? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഈട് വെക്കും. പിന്നെ ഒരു കാലത്ത് ഇത് പൊങ്ങത്തില്ല. പല ആൾക്കാരുടെയും പ്രാർത്ഥന ഭാരപ്പെട്ട പ്രാർത്ഥനയാണ്. കാര്യം എന്താണ്? ഇവർ ദൈവമായിട്ടുള്ള ഇടപാട്. ഇപ്പം ചില ചോദിക്കണേ, എന്തിനാ എന്താ ഇപ്പം പള്ളിയിൽ നിന്ന് മാറലില്ല? അപ്പോൾ തിരിച്ച് പള്ളിയിൽ നിന്ന് പോകാത്തവരോട് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊന്നും കാണുന്നില്ലല്ല. ഞങ്ങൾ വലിയ പാപികളൊന്നും ഇല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പാപികളുമായി തന്നെയല്ല, അവർക്ക് അതിനൊക്കെ ആവശ്യമില്ലെന്നാണ് പറയണത് പള്ളിയിൽ പോകണ്ട. എന്നുവെച്ചാൽ അപ്പോൾ എന്തോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പള്ളി. ഏറ്റവും വലിയ ആവശ്യം എന്താ? ദൈവമാണെന്ന് ആ മരക്കഴുതൊക്കെ അറിയത്തില്ല. അത് ചിലർക്ക് മരണം വരെ അറിയാൻ പറ്റത്തില്ല. പിശാച് വന്ന ആ ജ്ഞാനം അവരിൽ നിന്ന് തട്ടി മാറ്റിക്കളയും മിക്കവാറും. കാര്യം ഏറ്റവും വലിയ ആവശ്യമെന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക ജഡിക സമ്മർദ്ദങ്ങളെക്കാളല്ല, ദൈവമാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും റിലേഷനിലും ഒരു സ്നേഹത്തിൽ നിലനിൽക്കാനാണ് നമ്മുടെ ആത്മാവ്. അതായത് എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നുവെന്നാണ്. ആ ഇസ്രായേൽ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ.
ഇസ്രായേൽ ദൈവത്തിൻ്റെ രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചത്ത ദൈവങ്ങളുമുണ്ട്, ജീവനുള്ള ദൈവങ്ങളും ഉണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയണത്. എന്താ പത്രോസ് പറയാം? പത്രോസിനോട് കർത്താവ് ചോദിക്കത്തില്ലേ, ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ വെച്ചാൽ ചോദിക്കണേ? ഇത് കെസറിയ ഫിലിപ്പിൽ ചോദിച്ച്. കെസറിയ ഫിലിപ്പ് എന്താ? കേസാന്ന് പറഞ്ഞാൽ സീസർ, സീസറിൻ്റെ ചക്രവർത്തിയുടെ അഭിധാനത്തിന് വേണ്ടി ഫിലിപ്പ് രാജാവ് പണികഴിപ്പിച്ച അമ്പലത്തിൻ്റെ മുകളിൽ വെള്ളരിക്കോലങ്ങളെപ്പോലെ എന്നാണ് പറയുന്ന ബറൂക്കിൻ്റെ പുസ്തകമില്ലേ, കണ്ണുണ്ട് കാണുന്നില്ലാത്ത വിഗ്രഹങ്ങൾ. അപ്പം എന്ന് വെച്ചാൽ അവർ അടയാളമായിട്ടല്ലല്ലോ, അവർ വിഗ്രഹത്തെ വിഗ്രഹമായിട്ട് തന്നെ ദൈവമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ അതിനെ അടയാളമായിട്ടും പ്രതിരൂപമായിട്ടൊക്കെയാണ് പ്രതിച്ഛായിട്ട് കാണും. അപ്പൻ്റെ അമ്മയുടെയൊക്കെ രൂപങ്ങൾ നമ്മൾ വെക്കുന്നില്ലേ, ആദരവോടെ കാണും. അതിനൊരു ആ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് സ്നേഹത്തിൻ്റെ വേറെ ഒരു ഭക്തിയുടെ വേറൊരു തലമാണത്. പക്ഷേ ഇത് അങ്ങനെ ചിലരങ്ങനെയല്ല. ചിലർ അതാണെന്നതിനാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് പത്രോസ് പറയും, നീ ഇതുപോലെയുള്ള ദൈവമല്ല, ഈ സീസറിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന പോലെയുള്ള വിഗ്രഹം പോലെയുള്ള ആളല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ശരിക്കും പറയണത്. അപ്പം ആത്മാവ് എപ്പോഴും നിങ്ങൾ വീട്, ജോലി, വിവാഹമെന്നും പറഞ്ഞ് ഭൗതിക ആനുകൂല്യത്തിന് വേണ്ടി ദൈവത്തിനെ എപ്പോഴും സമ്മർദ്ദത്തിന് ഇങ്ങനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ദൈവത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം. ഒരിക്കലെങ്കിലും ദൈവത്തിന് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ട് എപ്പോഴും ദാഹിക്കണമല്ല, അനുഗ്രഹത്തിനായിട്ട് ദാഹിക്കണമല്ല, ദൈവത്തിനായിട്ട് ദാഹിക്കണം. അങ്ങനെയാണോ നിൻ്റെ ജീവിതമെന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ മനസ്സിലിരുത്തി നോക്കിയാൽ, ദൈവത്തിന് വേണ്ടി കൊതിക്കാൻ തുടങ്ങിയ പിന്നെ പ്രാർത്ഥനകളെല്ലാം സിമ്പിളാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക. ഒന്നിനെക്കുറിച്ചും ഉൾക്കേണ്ട വേണ്ട, എപ്പോഴും സന്തോഷമായിരിക്കുക. ദൈവത്തിൻ്റെ ആഗ്രഹവും കൽപ്പനയും അതാണ്. നീ ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വിഷമം പാടില്ല. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളപ്പോൾ ഉൾക്കണ്ഠയെ അതിജീവിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം. എങ്ങനെയാണ് സന്തോഷമായിരിക്കുക? എൻ്റെ ദൈവം കൂടെയുണ്ട്, എന്നിൽ ദൈവത്തിന് കരുതലുണ്ട്, ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ലൂക്ക 16:17 സ്വർഗവും ഭൂമിയും കടന്നുപോയാലും ഇല്ലാതായാലും എൻ്റെ വചനം നിലനിൽക്കും, എൻ്റെ വാഗ്ദാനം നിലനിൽക്കും. അപ്പോൾ അത് വിശ്വസിക്കുക. അതിനു മുമ്പേ ഉടമ്പടി എടുക്കുമ്പോൾ ഇത് പലവരും പ്രാർത്ഥനയ്ക്ക് എന്നെ പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ്. പലവരും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുന്നത്, ബ്രദർ, ഇത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആര് കാര്യത്തിൽ ഒരെണ്ണം മാത്രം നടന്നുള്ളൂ, ബാക്കി നടന്നില്ല. ഇല്ല, ചിലവർ പറയും ഈ കാര്യമൊന്നും നടന്നില്ല. ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് പറയും. അപ്പോൾ അവരുടെ വിചാരം ഈ ഉടമ്പടി ഒരു നേർച്ചയാണ്. ഇവിടെ വന്നിങ്ങനെ എഴുതി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങോട്ട് തീർന്ന് ആ നിയോഗങ്ങളൊക്കെ അങ്ങോട്ട് നടക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, 8 മണിയാണ് എൻ്റെ സമയം വിളിക്കുന്നത്. അപ്പോൾ 8:30 വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് കുർബാനയ്ക്ക് പോയാൽ? ഇല്ല, പോയില്ല. എന്താ കാര്യം? മക്കൾക്ക് ഭക്ഷണം വയ്ക്കണം, സ്കൂളിൽ പോകണം അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതാ പ്രശ്നം.
വൈകുന്നേരമോ സമയം കിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ പോയി. ദൈവം രണ്ടാമത്തെ സ്ഥാനത്തിൽ പോയി, മൂന്നാമത്തെ സ്ഥാനത്തിൽ പോയി. മക്കളുടെ ഭക്ഷണമാണ് ആദ്യം. ഇപ്പോൾ ദിവസവും ഇതൊരു നിലപാടാണ്, ഇതൊരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രീതി മാറണം. ഉടമ്പടിക്ക് മുമ്പേ ഞാൻ എന്തായിരുന്നു, ഉടമ്പടി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ജന്മമോ വേറൊരു ജീവിതമോ അതിൻ്റെ ആ ഒരു നിലപാടായിരിക്കണം. അത് ആദ്യം തുടങ്ങേണ്ടത് തന്നെ അനുതാപത്തോടെയാണ്. ദൈവത്തിലേക്ക് അടുക്കാൻ അനുതപിച്ച് ദൈവത്തിലേക്ക് അടുക്കണം. ദൈവത്തിലേക്ക് അടുക്കുന്നത് ദൈവം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളാണ് പാപം കൊണ്ട് അകന്നു പോകുന്നത്. അടുക്കുന്നത് അനുതാപം വഴി ആദ്യം അടുക്കണം, ദൈവത്തിലേക്ക് അടുത്തു പോകണം. വിശന്നു കഴിഞ്ഞാൽ മക്കൾ അമ്മയുടെ അടുത്ത് പോകുന്ന പോലെ അനുതപിച്ചാണ് പോകേണ്ടത്. ചെയ്തു പോയ പാവങ്ങളെല്ലാം ചെയ്ത്. ശ്രദ്ധിക്കേണ്ടത് ആ അനുതപിക്കുന്ന കാര്യം രണ്ടാമത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദിവസവും കുർബാനയ്ക്ക് പോകണം. ആ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതൊരു തീരുമാനം എടുക്കണം. പലരും പറയും വീട് ദൂരമാണ് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് പള്ളിയുടെ അടുത്ത് കുറച്ച് കാലത്തേക്ക് വീട് എടുക്കുക, വാടകയ്ക്ക് എടുക്കുക. അവിടെ അതിൻ്റെ അടുത്ത് വീട് കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട എനിക്ക് വീട് വേണം, ബംഗ്ലാവ് വേണമെന്നില്ല. ദൈവം തരും. ദൈവം നോക്കുന്ന ദൈവത്തോട് പറയേണ്ട എനിക്ക് കുർബാനയ്ക്ക് നിന്നെ ദിവസവും കാണണം, എനിക്ക് നിന്നെ സ്വീകരിക്കണം എനിക്ക്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു തീരുമാനം എടുക്കണം നിങ്ങൾ. ഇത് വെറുതെ ഇവിടെ വന്ന് എഴുതി കൊടുത്ത് ഒരു നേർച്ചയായി 9 ആഴ്ച 10 ആഴ്ച അല്ല എവിടെയെങ്കിലും പോയി മെഴുതിരി കത്തിച്ച നടക്കുന്ന പോലത്തെ ഒരു കാര്യമാണെങ്കിൽ അത് പ്രാർത്ഥിക്കാതെ തന്നെ കിട്ടും. അച്ഛൻ പറയണ പോലെ പ്രാർത്ഥിക്കാതെ തന്നെ അത് കിട്ടാറ്. ദൈവമായിട്ടൊരു ബന്ധമായത് സ്വന്തമാകുകയാണ്. ഞാൻ നിൻ്റെയാണ്, എനിക്ക് ബോധ്യമായി. ഒന്നുകൂടി ഉറപ്പിക്കുക, ബന്ധം ഉറപ്പിക്കുക. അപ്പോൾ ഇത് ഒരു തീരുമാനം ഇന്ന് എല്ലാവരും കൂടി എടുക്കണം. ഇല്ല വെറുതെ വന്ന് ഉടമ്പടി എടുത്ത് ഈ ആപ്ലിക്കേഷൻ എഴുതുന്ന പോലെ എഴുതിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ദൈവം ഇല്ലെങ്കിലും തരാൻ തയ്യാറാണ്. പക്ഷെ ബന്ധം ഉണ്ടാകില്ല ദൈവമായിട്ട്. ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ദൈവം നോക്കണം നിങ്ങളെ. എൻ്റെ മകൻ എൻ്റെ മകൾ എവിടെയാണ്, അവിടെ കണ്ടില്ലോ. ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ദൈവം നോക്കും. അതാണ് ബന്ധം. ശ്രദ്ധിക്കും. ഞാൻ പലപ്പോഴും കുർബാനയ്ക്ക് താമസിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും താമസിക്കാറില്ല, എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്കായോ വണ്ടി റിപ്പയറായോ താമസിച്ച് പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതിശയമാണ്. അവിടെ കുർബാന അന്ന് താമസിച്ചായിരിക്കും. ദൈവം കാത്തിരിക്കുക നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു നിലപാടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയത്. പിന്നെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, നമ്മൾ ഉടമ്പടി പോകുമ്പോൾ ദൈവ വാഗ്ദാനത്തിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. ഇതിലൊക്കെ ചില ടെക്നിക്സ് ഉണ്ട്. ദൈവം ഇതെല്ലാം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നീ അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ലൂക്ക 12:22 നീ എന്ത് ഭക്ഷിക്കും, എന്ത് ഉടുക്കും, എവിടെ താമസിക്കുമെന്നൊന്നും നീ വിഷമിക്കേണ്ട, എന്ത് കുടിക്കുമെന്നൊന്നും നീ വിഷമിക്കേണ്ട, അതിനെക്കുറിച്ച് ഉൾക്കേണ്ട വേണ്ട. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിനക്കുള്ള ഭക്ഷണം ഞാൻ വെച്ചിട്ടുണ്ട്, അത് ആ വാഗ്ദാനത്തിലുണ്ട്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദൈവം ജെർമിയ 30:17 പറയുന്നത് നീ പേടിക്കണ്ട, പ്രൈസ് ദി ലോർഡ്. നിൻ്റെ രോഗത്തെക്കുറിച്ച് നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിനക്ക് സൗഖ്യം തരും.
പിന്നെ അതുപോലെ 1 പത്രോസ് 5:7 നിന്നെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട്, നീ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് സൗഖ്യം തരാം എന്ന് പല വാഗ്ദാനങ്ങളും ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, നിനക്ക് ആവശ്യമെന്ന് നീ ചോദിക്കുന്നത് മാർക്കോസ് 11:24 നീ എന്ത് ചോദിച്ചാലും നീ അത് വിശ്വസിക്കുക, നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം വാഗ്ദാനമായിട്ട് വചനമായിട്ട് നമുക്ക് തന്നിരിക്കുക. പക്ഷേ പലപ്പോഴും ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടാറില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ ഈ വാഗ്ദാനമൊക്കെ ഉണ്ട്, വാഗ്ദാനമായിട്ടിരിക്കും, നമുക്കത് എത്താറില്ല. നമ്മളിലേക്ക് അത് വസ്തുവായിട്ട് എത്തണം, മാംസമായിട്ട് മാറണം. അത് യോഹന്നാൻ 1:14 വചനം മാംസമായി രക്ഷയായി. അതുപോലെ ഈ വാഗ്ദാനങ്ങളൊക്കെ, ഈ വചനമൊക്കെ നമുക്ക് ആവശ്യമുള്ളതായിട്ട് മാറണം. നീ ഒന്നിനെക്കുറിച്ച് വിഷമിക്കണം, നിനക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളത് വചനത്തിൽ കിടക്കുക. അത് നിനക്ക് എന്താണ് ആവശ്യം അതായിട്ട് നിനക്ക് മാറണം. നിനക്ക് വസ്തുവാണ്, വീടാണ് ആവശ്യമെങ്കിൽ അത് വീടായിട്ട് മാറി വരണം നിൻ്റെ കയ്യിലേക്ക്. നിൻ്റെ രോഗസൗഖ്യമാണ്, രോഗസൗഖ്യം ഞാൻ തരാമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രോഗം അത് സൗഖ്യം, ഹീലിംഗ് ആയിട്ട് മാറി അത് നിന്നിലേക്ക് എത്തണം. അത് അവിടെ കിടക്കുക. അത് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നമ്മളിലേക്ക് എത്തിക്കണം. നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട്. ആ അനുഭവം, ദൈവാനുഭവം അത് നിന്നിലേക്ക് എത്തണം. ഞാൻ പറയണം, മനസ്സിലാകണ്ട, അത് നമ്മളേക്ക് എത്തണം. അത് വചനമായിട്ട് കിടക്കുക. നമുക്ക് പലപ്പോഴും അനുഭവമായിട്ട് അത് കിട്ടാറില്ല. ഞാൻ എന്തോരം പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയില്ല. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വാഗ്ദാനത്തിൽ കിടക്കുക. അത് നിനക്ക് പ്രയോജനമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് എങ്ങനെയാണ് നമുക്കത് കിട്ടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉൽപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി 1:2 നോക്കുമ്പോൾ ആദ്യം രൂപം ഉണ്ടായിരുന്നില്ല ഭൂമിക്ക്. അന്ധകാരമായിരുന്നു, മൊത്തം അന്ധകാരം, ഒന്നും ഇല്ലായ്മയായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞ് പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. പക്ഷെ അന്ധകാരമായിരുന്നു. അവിടെ വചനം ഉണ്ടായിരുന്ന് പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. പക്ഷെ അവിടെ എങ്ങനെയാണ് പ്രകാശം ഉണ്ടായത്? അതിൻ്റെ കൂടെ ഭൂമിയുടെ മീതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദൈവവചനം പ്ലസ് പരിശുദ്ധാത്മാവ് ഈക്വൽസ് ടു നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടും. അത് തന്നെയാണ് അമ്മ മാതാവിന് 1:31 ഗബ്രിയേൽ മാലാഖ പറയുന്നത്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭവതിയാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനമുണ്ട്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ദൈവം തന്നെ പറഞ്ഞ, ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവവചനമാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞ് വചനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം മാത്രമേ ഉണ്ടായിരുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, ഇല്ല ഗർഭം ധരിക്കും എന്നുള്ളത് ഒരു വചനം മാത്രം ഉണ്ടായി. അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുമെന്ന്. അപ്പോൾ ആ വചനത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് 1:35 ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോഴത്തേക്കും ഇത് സാധ്യമാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, ഒരു പുത്രനുണ്ട്, ഈശോ ഉണ്ട്, ഗർഭം ധരിക്കാനുള്ള എല്ലാ സാഹചര്യവും അതിലുണ്ട്. പക്ഷെ അതെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് കൂടി അതിൽ ചേർണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കേണ്ടത്
നമുക്ക് എല്ലാ വാഗ്ദാനവും ദൈവത്തിനുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം, നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കയ്യിലേക്ക് എത്താറില്ല. അത് കയ്യിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിനക്ക് സമാധാനം, ഞാൻ നിനക്ക് സമാധാനം തരാം, സമാധാനം വാഗ്ദാനത്തിലുണ്ട്. പക്ഷെ നിനക്കത് അനുഭവമായിട്ട് മാറണമെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരുന്ന് സമാധാനം നിനക്ക് അനുഭവമായിട്ട് മാറും. എൻ്റെ സന്തോഷം ഞാൻ നിനക്ക് തരാം,